മാലിന്യ നിർമ്മാർജ്ജനം ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യാൻ ഒട്ടേറെ മാർഗങ്ങൾ ഇന്നുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് കരാറെടുക്കുന്ന കമ്പനികൾ അത് അപ്രകാരം ചെയ്യണമെന്നാണ് ചട്ടം. എന്നാൽ ഹോസ്പിറ്റൽ മാലിന്യങ്ങളടക്കം ജനവാസ കേന്ദ്രത്തിൽ തട്ടിയതിനെ തുടർന്ന് ദുരിതത്തിലായ ഒരു നാടുണ്ട്, മലപ്പുറം പുളിക്കൽ അണ്ടിയൂർക്കുന്ന്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഉപേക്ഷിക്കപ്പെട്ട ക്വാറിയിലാണ് കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിലെ മാലിന്യങ്ങളടക്കം ഉപേക്ഷിച്ചത്. അതും നിലവിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ, വലിയ ആശങ്കയുണ്ടാക്കുന്ന വിധത്തിലാണ് അത് ഈ ഒരു ജനവാസ കേന്ദ്രത്തിൽ തട്ടിയത്. ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഈ ഒരു ക്വാറിയിൽ ഈ ആശുപത്രി മാലിന്യം തട്ടി അതിനു മുകളിൽ മണ്ണിട്ട് ആരും അറിയാതെ ഈ സംഭവം ഒതുക്കി തീർക്കാനായിരുന്നു ഇത് കരാറെടുത്തവർ ശ്രമിച്ചത്. പക്ഷേ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടായി. ഇപ്പോഴും പൂർണ്ണമായ തോതിൽ ഈ മാലിന്യം ഇവിടുന്ന് നീക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഞാനിവിടെ ഇവിടെ ചോദിക്കാമിലൂടെ പങ്കുവയ്ക്കുന്നത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കയാണ്. ഞാനിവിടെ ഇവിടെ ചോദിക്കാൻ ഇന്നുള്ളത് പുളിക്കൽ അണ്ടിയൂർക്കുന്നിലാണ്. ഞങ്ങൾ അനുവദിക്കില്ല. ദിവസം 22 കഴിഞ്ഞിട്ടോ നടപടിയൊന്നും ആയിട്ടില്ല. ഈ പോക്ക് പോകാണെങ്കിൽ സമരത്തിന്റെ കോലം മാറും. ഭാവം മാറും. ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം. ഈ നാടിനെ സംരക്ഷിക്കാൻ രക്തം വേണേ രക്തം നൽകി. ജീവൻ വേണേ ജീവൻ നൽകി. ഈ നാടിനെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട്. മാലിന്യമാഫിയ തുലയട്ടെ. വലിയ ജനകീയ പ്രക്ഷോഭമാണ് ഈ മാലിന്യങ്ങൾ തള്ളിയതിനെതിരെ ഇവിടെ നടക്കുന്നത്. നമുക്ക് സമരപന്തലിലേക്ക് പോകാം. ഈ നാട്ടുകാർക്ക് വലിയ ആശങ്കയാണ് ഇക്കാര്യത്തിൽ പങ്കുവെക്കാനുള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു തുടങ്ങാം. എന്താണ് നിങ്ങളെ ഈ ഒരു നേരിടുന്ന വലിയൊരു പ്രതിസന്ധി? ഇപ്പോൾ 22 ദിവസമായി വന്നത്തേക്ക് ഇവിടെ ഈ ഒരു വേസ്റ്റ് ഇരുട്ടിന്റെ മറവിൽ 22ഓളം ടോറസ് സാധനങ്ങൾ ഇവിടെ തള്ളിയതാണ്. അതിന്റെ CCTV ഫൂട്ടേജും മറ്റും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ തട്ടി 22 ദിവസമായിട്ടും വേണ്ടപ്പെട്ട നടപടികൾ ഉണ്ടായിട്ടില്ല. ആകെ 8 ടോറസ് സാധനങ്ങളാണ് ഇവിടുന്ന് പോയത്. 6 ടോറസ് അന്ന് സെക്രട്ടറി വന്ന് അന്ന് വൈകിട്ട് 3 മണിക്ക് തന്നെ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാണ്. അന്നൊന്നും അത് എടുക്കാതെ പിന്നെ അത് വീണ്ടും നീണ്ടുപോയി പ്രശ്നങ്ങൾ ഞങ്ങളിവിടെ റോഡ് വരെ ഉപരോധിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അന്ന് ഇത് തട്ടിയ ഒരു ഏജന്റ് പന്തിരങ്കാവുള്ള ആളാണ്. അയാളവിടെ വിളിച്ചു വരുത്തി. അതിനുശേഷം നമ്മൾ സമരം അവസാനിപ്പിച്ചേ. അന്ന് അവിടെ വിളിച്ചു വരുത്തിയതിന് ശേഷം അന്ന് പിറ്റേന്ന് ഇവിടെ 3 ലോഡ് സാധനം കൊണ്ടുപോയി. ആ ഒരു ലോഡിനെ ഇവിടുന്ന് പോയിട്ടുള്ളൂ. പിന്നെ പഞ്ചായത്ത് നേതൃത്വത്തിൽ 2 ലോഡും കൊണ്ടുപോയി. പിന്നീടുള്ള ഒരു നടപടി ഇപ്പോൾ ഇന്നേ വരെ ഇതിന്റെ ഭാഗത്ത് ഉണ്ടായില്ല. അപ്പം ഞങ്ങളുടെ തീരുമാനം, ജനകീയ സമിതിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിൽ ഇപ്പോൾ നിലവിൽ വലിയൊരു ഭയാനകത്തിൽ ഞങ്ങൾ കഴിയുന്നത്. കാരണം ചുറ്റുഭാഗത്തുള്ള എല്ലാ കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും ഇപ്പോൾ പനി ബാധിച്ചു വരുന്നുണ്ട്. ആ വലിയൊരു ആശങ്ക നിലവിൽ ഞങ്ങളെടുത്തുണ്ട്. അപ്പോൾ ഇതിന്റെ എത്രയും പെട്ടെന്ന് നടപടി വേണം. അതിനുവരെ ഏതറ്റം വരെയുള്ള സമരവും ഞങ്ങൾ നടത്തും. സമരത്തിന്റെ കോലവും രൂപവും മാറ്റി ഇനിയുള്ള ദിവസങ്ങളിൽ ആ രീതിയിൽ പോകാനാണ് ജനകീയ സമിതി നേതൃത്വത്തിൽ തീരുമാനിച്ചത്. ഇതിപ്പോ എത്രമാത്രം ആശങ്ക ഉണ്ടാക്കുന്ന ഈ നാട്ടിന്? ഇത് പറഞ്ഞാല് ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ്. ഇതിനിപ്പം ഇവിടുന്ന് മാറിയാൽ തന്നെ ഇതിന്റെ വെള്ളം ഉറവ് പോകുന്ന സാധനം വെള്ളം എന്ന് പറഞ്ഞാൽ ഇവിടെ 10-35 ആള് കുടിക്കുന്ന, ഞാൻ അന്വേഷിച്ചപ്പോൾ 35ഓളം ആള് കുടിക്കുന്ന ഒരു ജനകീയ കിണറുണ്ട് പഞ്ചായത്ത് വെച്ച് ബന്ധപ്പെട്ട്. അവിടെ പോലും ഇതിന്റെ ഉറവ് ഇപ്പം തന്നെ വരൽ തുടങ്ങി. കിഡ്നി രോഗികളുണ്ട്, അവിടെ ക്യാൻസർ രോഗികളുണ്ട്. ഇങ്ങനെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും വളരെ പ്രയാസത്തിലാണ്. ഇത് എങ്ങനെ ഒരു പ്ലാസ്റ്റിക്കും മറ്റുള്ളതും, ഇപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ ഹരിത സേന എന്തിനാണ് ഉണ്ടാക്കിയത്? വീട്ടിൽ പ്ലാസ്റ്റിക് ഇടരുത് പറഞ്ഞിട്ടാ. ഇനി ഈ പ്ലാസ്റ്റിക് അടക്കപ്പെടെ മൂടി ഇതിന്റെ ഒരു പ്രത്യേകത എത്ര പാരിസ്ഥിതികപരമായിട്ട്? ഇത് ഓപ്പറേഷൻ തിയേറ്ററിലെ മാലിന്യം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തൊക്കെ ഉണ്ടാവും? അതുകൊണ്ടാണ് ഇവിടെ നായ്ക്കൾ പെരുകുന്നത്. ഇവിടെ ആളുള്ളതുകൊണ്ടാ. ഞാൻ മിഞ്ഞാന്ന് വന്നപ്പോൾ ഇവിടെ കുറേ നായ്ക്കളുണ്ട്. ഇപ്പം കുട്ടികളെ നായ്ക്കൾ കടിക്കാതാക്കണ്. പിന്നെ ഇവിടെ മിഞ്ഞാന്നത്തെ ഇവർ പറഞ്ഞ് ഇവിടെ അംഗൻവാടിയിലെ കുട്ടികൾ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഛർദ്ദിച്ച് കുട്ടികൾ, പാവപ്പെട്ട കുട്ടികൾ. അപ്പം എന്താ ചോദിച്ചാൽ ഇതിനൊരു 2 ലക്ഷം റുപ്യ ഫൈനിട്ട് ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം വലിയൊരു മാഫിയാണിത്. ഇത് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന സാധാരണ ഒരു നിസ്സാറുള്ള ആൾ കൊണ്ടുവരില്ല. വലിയൊരു മാഫിയ ഇതിന്റെ പിന്നിലുണ്ട്. 80,000 രൂപയ്ക്ക് ഓല് കൊട്ടേഷൻ എടുത്ത് പോരുക. അതെന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ സംസ്കരിക്കണം. അല്ലാതെ കഴിയില്ലല്ലോ. ഇങ്ങനത്തെ വേസ്റ്റ് പറഞ്ഞ രാജ്യത്ത് കൊണ്ടിടാനല്ല, സംസ്കരിക്കണം.
അത് ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം തമിഴ്നാട്ടിലോ പാലക്കാടോടോ ഉണ്ട്, നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ അവിടേക്ക് കൊണ്ടുപോകുന്നതാ. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാൻ കുറെ ചെലവ് വരും. അത് സബ് കൊടുക്കുക, ഇടനിലക്കാർക്ക് കൊടുത്തിട്ട് ഓൽക്ക് ഇഷ്ടമല്ല ഇതേപോലത്തെ ഒഴിഞ്ഞ പറമ്പ് തട്ടുക. അങ്ങനെ തട്ടിയതാണിത്. അപ്പോൾ 20,000 റുപ്യ കൊണ്ട് കഴിയും. അങ്ങനെ 22 ലോഡ് 80,000 റുപ്യക്ക് കരാറെടുത്തത് ഇങ്ങനത്തെ സ്ഥലത്ത് തട്ടുക. പുളിക്കൽ പഞ്ചായത്ത് സെക്രട്ടറി ഇതിന് ഫൈൻ ഇട്ടത് എത്ര വെച്ചാൽ വെറും 2 ലക്ഷം റുപ്യ. ആ 2 ലക്ഷം റുപ്യ ഇട്ടാൽ പോലും പിന്നോൾക്ക് പൈസ അല്ലേ, എത്ര ബാലൻസ് വരും? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഈ പാവങ്ങൾ എന്ത് ചെയ്യും? എത്ര ദിവസമായിട്ട് നിൽക്കും? ഇതാര് കോരണം? ഇവിടുത്തെ ജനങ്ങൾക്ക് കോരാൻ പറ്റും? ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യണ്ടേ? കലക്ടർക്ക് പരാതി കൊടുത്ത് കലക്ടർ എന്ത് നടപടിയാണ് സ്വീകരിച്ചു? ഒരു നടപടി സ്വീകരിച്ചില്ല. അതുകൊണ്ട് SP-ക്ക് കൊടുത്ത് ഈ പാവപ്പെട്ട ആളുകൾ ഇതാ നിരന്തരം പണിക്ക് പോകുന്ന തൊഴിലാളികളെ ഇവിടെ ഇതൊക്കെ ഇതാ കല്ലിൻ്റെ മറ്റുള്ള പണിക്ക് പോകുന്ന ആളുകളാണ്. ഒരു 10-22 ദിവസമായി ഇവിടെ ഇങ്ങനെ സമരം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ തൊട്ടടുത്ത് വീടുകൾ ഇവിടൊക്കെ കുറവ്. അങ്ങനെ കിണറിൽ ചെന്ന് നോക്കിയാൽ ഇത് ബന്ധപ്പെട്ട അധികാരികളോട് ഇവരിങ്ങനെ മുദ്രാവാക്യം വിളിച്ച് പറയാന്നല്ലാതെ ഒരാളും ഇതിന് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ശരിക്കും പഞ്ചായത്ത് ഇതിൽ എന്ത് നടപടി എടുത്താലാണ് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാവുക? ശരിക്കും പഞ്ചായത്തിനെ കൊണ്ട് സാധിക്കുന്നതാണോ അത്? കഴിഞ്ഞ ഓഗസ്റ്റ് 3-ാം തീയതി അർദ്ധരാത്രിക്കാണ് സാമൂഹ്യ ദ്രോഹികൾ ഈ ആന്തിർകുന്ന് പ്രദേശത്ത് ഈ മാലിന്യം നിക്ഷേപിച്ചത്. നാട്ടുകാർ 22 ദിവസമായി ഇവിടെ സമരമായി മുന്നോട്ട് പോവുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാതിരി പാവപ്പെട്ട അന്നാന്ന് കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ഈ സമരം നടത്തുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിഭയാനകരമായ ഒരവസ്ഥയിലാണ് ഈ പ്രദേശത്ത് മാലിന്യം കൂമ്പാരമായി നിൽക്കുന്നത്. ഇവിടെ 40 വീട്ടുകാർ കുടിവെള്ളത്തിൻ്റെ ഒരു ജലനിധി പൊതു കിണറുണ്ട്. അതിൻ്റെ തൊട്ട സമീപ പ്രദേശത്തെ വീടുകളിലേക്കും ഇതിൻ്റെ നീറുറവ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മാതിരി പനിയും മറ്റുള്ള രോഗലക്ഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിലപ്പുറം ബഡ്സ് സ്കൂളുണ്ട്. പുളിക്കൽ പഞ്ചായത്തിൻ്റെ ബഡ്സ് സ്കൂൾ ഈ പ്രദേശത്തു നിന്ന് ഒരു 250 മീറ്റർ അപ്പുറത്താണ് ഒരു ബഡ്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. തൊട്ട അപ്പുറത്ത് തന്നെ ഒരു 200 മീറ്റർ അപ്പുറത്ത് ഒരു നഴ്സറി സ്കൂളുണ്ട്. അപ്പം ഈ കുട്ടികൾക്കുടെ ആരോഗ്യവും ജനങ്ങളുടെ ആരോഗ്യമൊക്കെ വളരെ പ്രശ്നമാണ്. ഏത് നിലക്കും ഈ പ്രദേശത്ത് നിന്ന് മാലിന്യം നീക്കലാണ് ഇവിടുത്തെ പൂർണ്ണമായിട്ടും നീക്കലാണ് നാട്ടുകാരുടെയും ഈ ജനകീയ സമിതിയുടെയും ആവശ്യം. ഒരു 6 ലോഡ് ഇവിടുന്ന് അന്നത്തെ ദിവസം പഞ്ചായത്ത് സെക്രട്ടറി ഇടപെട്ട് അന്ന് മാലിന്യം കൊണ്ടിട്ട ആളുകൾ കൊണ്ടുപോയി. അതിൻ്റെ ശേഷം പഞ്ചായത്ത് ഇത് പൂർണ്ണമായിട്ടും നീക്കുമെന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. 2 ലോഡാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. വരും ദിവസങ്ങളിൽ ഈ മാലിന്യം ഇവിടുന്ന് നീക്കിയിട്ടില്ലെങ്കിൽ ഈ സമരസമിതിയുമായി ആലോചിച്ച് ഈ വാർഡിൻ്റെ ജനപ്രതിനിധി നിലയ്ക്ക് ജനങ്ങളോടുള്ള വെല്ലുവിളിക്ക് എതിരിൽ പുളിക്കൽ പഞ്ചായത്തിൽ ഒരു നിരാഹാര സമരം നടത്താൻ മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ തയ്യാറാണ് എന്ന് പറയണം. എത്രമാത്രം നിങ്ങളൊക്കെ ഇതിൽ ഈ ഒരു നടപടിക്ക് പരിമിതികളായിട്ട് കാണുന്നുണ്ടോ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന്? തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇതിനുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്നത്. കാരണം ഈ നാട്ടിൽ ഒരുപാട് ചെറിയ കുട്ടികൾ സ്കൂളിൽ പോണതും ഈ വെള്ളമൊക്കെ ഇതിന് താഴത്തേക്ക് വലിച്ചു വന്ന ഈ വെള്ളമൊക്കെ ചവിട്ടിയിട്ടാണ് കുട്ടികൾ സ്കൂളിൽ പോകണം, മദ്രസ പോണതൊക്കെ. നമുക്ക് എന്തായാലും എത്രയും പെട്ടെന്ന് ഇതൊരു നാടിൻ്റെ പ്രശ്നമാണ്. ഈ നാടിൻ്റെ പ്രശ്നത്തിന് ഇവിടുത്തെ സർക്കാരുകൾ ആരും ഒന്നും ഇടപെടുന്നില്ല, മറ്റ് അധികാരികളൊന്നും ഇടപെടുന്നില്ല. ഞങ്ങൾക്ക് ഭയങ്കര വേദന ഉണ്ട് ഈ കാര്യത്തിൽ. നമ്മൾ ജാതി മതം ഒന്നും നോക്കാതെ നമ്മളെല്ലാവരും ഒരുമിച്ച് രാഷ്ട്രീയം ഒന്നും നോക്കാതെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഞങ്ങളെ നാടിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം എത്രയും പെട്ടെന്ന് ഈ വേസ്റ്റ് ഇവിടെ കൊണ്ടുപോയിട്ട് ഈ വേസ്റ്റ് എടുത്ത് ഒഴിവാക്കണം, അതിലുള്ള വെള്ളം ഒഴിവാക്കണം എന്നാണ് ഞങ്ങളെ ആവശ്യം. അപ്പം ഇതിനുപയോഗിച്ച ഈ 1.5-2 മാസങ്ങൾക്ക് മുമ്പേ ഇവിടെ JCB ഈ മാലിന്യം ഇവിടെ തള്ളൽ തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി മാത്രം വേറൊരു ജോലിക്കും പോകാതെ ഇവിടെ നിർത്തിയിടുന്ന JCB ആണ്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. പക്ഷേ അന്ന് മുതൽ തുടങ്ങി നമ്മളിപ്പോൾ 3-ാം തീയതി അർദ്ധരാത്രി 2-ാം തീയതി അർദ്ധരാത്രി 11:30 മുതൽ പിറ്റേന്ന് 3-ാം തീയതി രാവിലെ 4:30 വരെയാണ് ഇത് തട്ടിയത്. അന്ന് 24 ലോഡോളം ഇത് വന്നിട്ടുണ്ട്. കൂടുതൽ ടോറസ് വണ്ടികളാണ്. പക്ഷേ ഞങ്ങളുടെ ശ്രമം ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഉദ്യോഗസ്ഥരല്ല കണ്ടുപിടിക്കാൻ. ഞങ്ങൾ തന്നെ ഈ സമരസമിതിൻ്റെ ആളുകൾ പോയിട്ട് ഈ അടുത്തുള്ള റോക്കി വ്യൂ ഓഡിറ്റോറിയം അവിടെ പോയിട്ട് ഞങ്ങൾ അവരുടെ ദൃശ്യങ്ങൾ പകർത്തി. എന്നിട്ട് പോലും അതുവരെ കൊടുക്കാൻ തയ്യാറാണ് എന്ന് കലക്ടറോടും പിന്നെ ജോയിൻറ്റ് ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അതേമാതിരി TMO ഇവർക്കൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വരെ അവരന്വേഷിക്കാനോ ആ ബാക്കിയുള്ള 24 വണ്ടികളും പിടിച്ചെടുക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതുമൂലം വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ് ഞങ്ങൾ നാട്ടുകാർക്ക് വരാൻ പോകുന്നത്. ഇതിന് ചുറ്റുപാടും താമസിക്കുന്ന ആൾക്കാർ ഒരു 40ഓളം കുടുംബങ്ങളുടെ മേലുള്ള ആളുകളാണുള്ളത്. പക്ഷെ അവരൊക്കെ ഭയാകുലരായിട്ട് നിൽക്കുകയാണ്. ഇത് വലിയൊരു വിഷയമാണ്. അപ്പം ഞങ്ങൾ സമരം തുടങ്ങിയിട്ട് ഇപ്പം 22-ാമത്തെ ദിവസമാണ്. പക്ഷെ ഇന്ന് വരെ ഇവരൊന്നും ഇതിന് ഒരു നല്ലൊരു ശാശ്വത പരിഹാരം വന്നിട്ടില്ല.
ഇവിടെ ജനങ്ങൾ ഏറ്റെടുത്തൊരു പ്രശ്നം, ജാതി മത രാഷ്ട്രീയം ഇല്ലാതെ എല്ലാവരും ഒന്നടങ്കം, പ്രത്യേകിച്ചും ഈ പ്രദേശത്തെ കുടിവെള്ളം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പോരാട്ടമാണ്. അതിന് എല്ലാവിധ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത്. കാരണം ഇത് ഒഴിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇതുപോലെ ഇനിയും മാലിന്യങ്ങൾ ഇവിടെ തട്ടാൻ സാധ്യതയുണ്ട്. ഒരുപാട് ഇവിടെ പല കുഴികളും തൂർന്നിട്ടുണ്ട്. അതൊക്കെ ചിലപ്പം മാലിന്യം തട്ടിയിട്ടാണോ എന്നറിയില്ല. ഇതിപ്പം ഭയങ്കര ഹോസ്പിറ്റലിലെ മാലിന്യം എന്ന് പറഞ്ഞാൽ ശരിക്ക് DNC ചെയ്ത സാധനങ്ങൾ വരെ ഈ മാലിന്യത്തിലുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഭയങ്കര ഗൗരവമായിട്ടുള്ളത് തന്നെ ഇത് കാണണം. ശരിക്കും ഇത് ഏതാ ഹോസ്പിറ്റലൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിൽ തട്ടാനാണോ ഇവരെ ഇതൊക്കെ ഏൽപ്പിക്കുന്നത് അന്വേഷിക്കേണ്ടത്? അതെ, അത് ശരിക്കും നല്ലൊരു ലോബി മാഫിയ തന്നെ ഉണ്ട്. നമ്മളിപ്പം ഒരു മണ്ണ് മാഫിയ, മണൽ മാഫിയ അല്ല, ഇതിനായിട്ടും വലിയ മാഫിയാണ് ഇപ്പം ഈ ഹോസ്പിറ്റൽ മാലിന്യം ആയാലും ഹോട്ടൽ മാലിന്യമൊക്കെ കൊണ്ട് വരാൻ വേണ്ടി വലിയൊരു മാഫിയ തന്നെ ഇപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അതിലിപ്പോൾ സപ്പോർട്ട് നമ്മളെ പഞ്ചായത്ത് സെക്രട്ടറി ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ നാടിന് ഭയങ്കര ഭീഷണി തന്നെ. പ്രകൃതി ഏറ്റവും മനോഹരമായ സ്ഥലം കൂടിയാണിത്. ഏറ്റവും ശുദ്ധമായി കിട്ടുന്ന സ്ഥലമൊക്കെ ആയിട്ടാണ് കരുതുന്നത് ഇത്രയും കാട്ടുകൂടെയൊക്കെ വരുമ്പോൾ. പക്ഷെ അവിടെയാണ് ഈ ഏറ്റവും അപകടമാവുന്ന തരത്തിൽ ഇത്രയും മാലിന്യങ്ങൾ തട്ടുന്നതെന്നുള്ള ആശങ്ക ഉണ്ടാക്കുന്നത്. അതെ അതെ, തീർച്ചയായും ഇത് ഭയങ്കര ആശങ്കയാണ് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. കുടിവെള്ളം വരുമ്പോൾ ഒരു 10-30 വീട്ടുകാർ കുടിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതി തന്നെ ഉണ്ട് ഇവിടെ. അതിലെ ആളുകളൊക്കെ ഭയങ്കര ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളൊരു വൻ മാലിന്യ മാഫിയക്ക് ഇരകളമാക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ്. ഇപ്പം ഇന്ന് മൊത്തം 22 ദിവസമായി ഞങ്ങൾ ഈ മാലിന്യത്തിൻ്റെ വിഷയത്തിൽ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. ഞങ്ങൾക്ക് നീതി തരേണ്ട നീതിന്യായ വ്യവസ്ഥകൾ, നിയമവ്യവസ്ഥകൾ എന്ത് തന്നെ ഞങ്ങൾക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. കേവലം ഞങ്ങൾ പേരിന് വേണ്ടി ഒരു 5-6 ലോഡ് കോരി കൊണ്ടുപോയി, അതിനുശേഷം ഒന്നുമില്ല. ഞങ്ങൾ പൊതുജന നിയമത്തിന് വേണ്ടി മറ്റേ അവർക്ക് നീതിക്ക് വേണ്ടി സമരം ചെയ്യണം, പ്രതിഷേധം ചെയ്യണം, എങ്കിൽ മാത്രമേ അവർക്ക് നീതിയോ എന്നുള്ളതാണ് നമ്മൾ സംവിധാനത്തിൻ്റെ ഇപ്പോഴത്തെ ഈ നിലവിലെ സ്ഥിതി. അതെ, ഇതിന് 2 ലക്ഷം മറ്റേ ഫൈൻ അടച്ചാൽ എവിടെയും വേസ്റ്റ് തള്ളാം എന്നൊരു സാഹചര്യമാണുള്ളത്. ഇത് നമ്മളൊരു പോരായ്മയാണ്, സിസ്റ്റത്തിന്റെ പോരായ്മയാണ്. ഇത് നാളെ എവിടെ സംഭവിക്കാം? നിങ്ങൾക്ക് ഈ താഴെ എത്രയോ ആളുകൾ 50-ൽ പരം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്കാണ് ഈ ഇത് ഒഴുകി പോകുന്നത്, ഉറവയിലൂടെ എത്തുന്നത്. എത്ര ആളുകൾ ദുരിതമനുഭവിക്കുന്നുണ്ട് ഉണ്ട്. എല്ലാത്തരം അവിടെ പോയി നോക്കിയാൽ കാണാം, എല്ലാത്തരം വേസ്റ്റുകൾ അതിലുണ്ട്. അവിടെ നഴ്സറി ഉണ്ട്, ബഡ്സ് സ്കൂളുണ്ട്, അവിടേക്കൊക്കെ ഈ വെള്ളമാണ് എടുക്കുന്നത്. ആ കുട്ടികളുടെയൊക്കെ മറ്റേ ഭാവി എന്തായിരിക്കും? കുട്ടികൾ താരതമ്യം രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരാണ് കുട്ടികളൊക്കെ. അവരൊക്കെ ഇത് ബാധിച്ചാൽ എന്താ സ്ഥിതി? ഇപ്പോൾ തന്നെ പനി പടർന്നു പിടിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ തന്നെ, പനി ബാധിച്ച ആൾക്കാർ തന്നെ ഇത് നിങ്ങൾ ഇവിടെ വന്നിട്ട് അറിഞ്ഞിട്ട് അതെ അതെ ഇവിടെ ഇരിക്കാൻ പോയി. ഞങ്ങൾ വൈകുന്നേരം രാത്രി വരെ ഇവിടെ ഇരിക്കാറുണ്ട്. കൊതുകളുടെ ഒരു കൂമ്പാരാണ് ഇവിടെ. രാത്രി ആയി കഴിഞ്ഞാൽ ഈ ഉച്ച ആയതുകൊണ്ട് മാത്രമാണ് കൊതുകൾ ഇവിടെ കാണാത്തത്. രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ വയ്യ. ഈ ഏരിയ ഒരുപാട് ആൾക്കാർ രോഗഭീതിയിലാണ്. ഇതില് നമ്മൾ നേരത്തെ ആ വെള്ളത്തിലേക്ക് കല്ലിടുമ്പോഴേ അടിയിൽ നിന്ന് കറുത്ത നിറത്തിലാണ് ഇങ്ങനെ പൊന്തി വരുന്നത്. അപ്പൊ അത്രമാത്രം വേസ്റ്റ് അതിന്റെ അടിയിലുണ്ടോ? വേസ്റ്റ് ഉണ്ട്, അതിന്റെ അടിയിൽ അധികം വേസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 5-8 ലോഡ് എങ്കിലും വേസ്റ്റ് അതിൽ അടിയിൽ കാണണം. ഈ മാലിന്യം തട്ടിയ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. ഇന്ന് രാവിലെ തന്നെ രാവിലെ മദ്രസയിൽ പോകുന്ന കുട്ടികളെ തെരുവുനായ്ക്കൾ ഓടിക്കുന്ന ഒരു വിഷയം ഉണ്ടായി. നാട്ടുകാർ ഇടപെട്ട് അവരെ രക്ഷപ്പെടുത്തിക്കുകയാണ്. അത്രയും ഭയാനക ഒരു സാഹചര്യത്തിലൂടെ ഇത് ഇവിടെ തുടരുകയാണെങ്കിൽ ഇതിലൂടെ ഒരു പൊതുജന സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു പാതയായി മാറും. ഒരിക്കൽ തട്ടിയത് തന്നെ മുഴുവൻ മാറ്റാൻ എത്ര കാലം എടുക്കുന്നു പറയാൻ പറ്റും? അതെ, ഇത്ര ഈ 22 ദിവസമായിട്ട് കേവലം 6 ലോഡുകളാണ് കൊണ്ടുപോയത്. 100 കണക്കിന് ലോഡ് മാലിന്യം ഇവിടെ തട്ടുന്നത് CC ക്യാമറയിൽ വ്യക്തമായിട്ട് കാണാം. ഇതുവരെ അവർക്കൊരു നടത്തി അവരിതിൽ പ്രതികളാക്കപ്പെട്ടവരൊക്കെ ഈ നാട്ടിൽ സുലഭമായ ഈ ഒരു പ്രദേശം എങ്ങനെയാണ് അവരെ കാണുമ്പോൾ ഇവിടുത്തെ ആരെങ്കിലും അതിനെ ഒത്താശ ചെയ്യുന്നുണ്ടോ? ഇവിടെ ഒത്താശ ഇല്ലാതെ ഈ മാലിന്യം ഇവിടെ വരുന്ന ആരും മൂക്കിലോട്ട് ആരും വിശ്വസിക്കില്ല. അതില്ലാതെ ഇവിടെ അങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. ഇത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലാണ്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലാണ്. അവരുടെ എന്താണ് അവരുടെ അനുമതിയിലോ ആണോ ഇനി രാത്രിയുടെ മറവിലായതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. സ്വകാര്യ വ്യക്തിയുടെ തൊഴിൽ ഇതിലാണ് തട്ടിയത്. ഇതൊരു ഒരു മാഫിയയുടെ പിൻബലത്തിൽ ഒരു ഏജന്റ് ഇവിടെ കൊണ്ടുപോയി തട്ടിയതാണ് ഈ മാലിന്യം മൊത്തം ഇവിടെ. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഈ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിനോട് അനുബന്ധിച്ച് തന്നെ പിന്നെ ഈ തെരുവുനായ ശല്യം, ഇതാണ് ഇപ്പോൾ വീണ്ടും വീണ്ടും പറയാനുള്ളത്. ഇന്നിപ്പോൾ നമ്മളൊക്കെ പാടെ കൂടിയാണ് ആ കുട്ടികളെ രക്ഷിച്ച്. അത് മാത്രമല്ല എപ്പോഴും നോക്കിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല താഴെ ഭാഗങ്ങളിലൊക്കെ 1-2 മഞ്ഞപ്പിത്തും ആ പിന്നെ ഹോട്ടൽ അവിടെയൊക്കെ ഇട്ട് പിന്നെ മഞ്ഞപ്പിത്തം പിടിച്ചിട്ടുണ്ട്. അതെ അതെ, അതേമാതിരി പല പിന്നെ ഛർദി, പനി ഇതെല്ലാം ഇവിടെ പടർന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നതിന് ശേഷമാണ് ഇവിടെ ഇത് കാണപ്പെട്ടത്. ഇതിന് മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ എല്ലാവർക്കും പരക്ക പനിയാണ്. ഹോസ്പിറ്റലിലൊക്കെ പോയാൽ അഡ്മിറ്റ് ആയിട്ടും കുറേ ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും നമ്മൾ അവസാനിച്ച് പോകുന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇതിപ്പോ എങ്ങനെ ഇതൊരു സാമ്പിൾ ഡോസ് ആയിട്ടല്ലേ കാണേണ്ടത്? ഇനി ഇതേപോലത്തെ വന്നുകൂടായില്ലല്ലോ.
പ്രത്യേകിച്ചും പറയാനില്ല, നമുക്ക് ഈ കോറി വേസ്റ്റ് ഈ മാലിന്യങ്ങൾ ഫുള്ളായിട്ട് വാരി ഒഴിവാക്കണം. അതിൽ കുറേ വെള്ളം ഉണ്ട്, അത് ഒഴിവാക്കണം. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് പഞ്ചായത്തിൽ നിന്നൊക്കെ വന്നിട്ട് ഒരു ലോഡോ 1.5 ലോഡോ മറ്റേ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് അതിനെക്കൊണ്ടൊന്നും കാര്യമായില്ല. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്തിലെ ആൾക്കാർ ചിക്കിളി വാങ്ങിയിടത്തോളം കാലം ഇതിവിടുന്ന് കോരില്ലാന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. നാടാണ് ദുരിതത്തിലായത്. അതുവരെ ഉത്തരവായത്. ഇതിലെന്താ വെച്ചാൽ നമ്മളൊരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ ഇവിടെ, ഇങ്ങനെ എത്ര ഇതായി പനി ഉണ്ട്, അതുപോലെ ഇനിയിപ്പോൾ മഞ്ഞപ്പിത്തം വരും, ഈ ഇതൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് പോലും ഹെൽത്തിന്റെ ഭാഗത്ത് നിന്ന് ഒന്നുമില്ല. സത്യത്തിൽ നമ്മളെ ഹെൽത്ത് സെന്റർ വട്ടപൂജ, ഹെൽത്ത് ഇൻസ്പെക്ടറൊക്കെ ഇവിടെ വന്നിട്ട് കുറെ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് പോയിട്ട് കാര്യ, ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളിവിടെ എന്താ വെച്ചാൽ ഇപ്പത്തെ ഈ പുളിക്കൽ പഞ്ചായത്ത് സെക്രട്ടറിന്റെ ഒരു തിയറി എന്താ വെച്ചാൽ, ഇവിടെ പണമുള്ളവന് എന്തു ചെയ്യാം. ഒരു 5,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഒരു ലോഡ് കക്കൂസ് മാലിന്യം കിട്ടിയല്ല. ഹെൽത്ത് പറഞ്ഞ ഓല് പറഞ്ഞാണ് എല്ലാരും ഈരിന്റെ ഗുളിക കുടിച്ചാൽ മതി, നിങ്ങളുടെ സംഭവമൊക്കെ ശരിയാവും എന്ന് പറഞ്ഞ. ഇതാരും കുടിച്ചിട്ടില്ല. അതിന്റെ ആദ്യം മോഡി അന്ന് അതേമാതിരി ആവശ്യിച്ചിട്ട് പേടിച്ചാരും കുടിച്ചിട്ടില്ല. ഇത് നമ്മളെന്ത് ചെയ്യണം? എല്ലാവർക്കും ഗുളിക കൊടുത്തില്ല, അതാണ് പരിഹാരം. എല്ലാവർക്കും ഇതാ എല്ലാവരോടും പറയാണ്, ഈ വേസ്റ്റ് മാലിന്യം തട്ടുവാൻ ഈ ഗുളിക കഴിച്ചാൽ ഇരണ്ടിച്ച ഗുളിക നമ്മണ്ടല്ല കുഷ്ഠരോഗമുള്ളവർക്ക് ഈ മഴക്കാലം വരുമ്പോ കൊടുക്കണേ. അതാണ് ഇതിങ്ങനെ കൊടുത്തിക്കാം. അപ്പൊ എത്ര കൊടുക്കേണ്ടി വരും? 22 ദിവസമായി. ഇനിയിപ്പോ ലോഡ് ഗുളിക പുളിക്കൽ ഹെൽത്ത് സെന്ററിൽ കൊണ്ടുവന്നിട്ട് ഈ ആന്തിർക്കുന്ന് പ്രദേശത്ത് വിതരണം നടത്തിക്കോട്ടെ. അപ്പൊ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നല്ലൊരു പരാതി കൊടുത്താൽ കളക്ടറൊക്കെ വരൂലേ? സത്യത്തിൽ വരൂലേ? വരണ്ടേ? ഇതിപ്പോ ഈ ഒരു നാട്ടിൽ മാത്രം നിൽക്കുന്ന പ്രശ്നമല്ല, ഇതിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇത് ഇവിടുന്ന് മാറിക്കൊണ്ടേത് കൊടുക്കാറിയോ? ഞങ്ങളെ പഞ്ചായത്തെ മാറിയിട്ടുള്ളൂ. ഈ ബ്ലോക്കിൽ തന്നെ മിനിയൂട്ടി പറഞ്ഞ സ്ഥലത്താ കൊണ്ടുപോയി തല്ലിയേ. അതായത് പഞ്ചായത്ത് മാറി കൊണ്ടുപോയിട്ട് ബ്ലോക്കിൽ തന്നെ. ഇത് ശരിക്ക് കൊണ്ടേണ്ടത് ഇവിടക്കല്ലോ, ഇത് കോഴിക്കോട് ഏതോ ഹോസ്പിറ്റലിൽ നിന്ന് പുലിക്കൊക്കെ കൊണ്ടുവന്ന സാധനമല്ലത്. ഇത് തമിഴ്നാട്ടിക്കോ പാലക്കാട്ടിക്കോ കൊടുക്കോ സംസ്കരിക്കാൻ കൊണ്ടുപോകാ. ഹോസ്പിറ്റലുകാർ വെറുതെ കൊടുക്കും, ഒടിയും തട്ടാ കൊടുക്കുവോ? കോഴി മാലിന്യം പോലല്ലോ, ഇത് കുറച്ചുകൂടി അപകടമല്ലേ? കോഴി മാലിന്യം പോലും തട്ടാൻ ഇവിടെ റോഡ് സൈഡ് തട്ടാൻ പോലും കൊടുക്കുന്നില്ല കടക്കാര്. ഈ വാങ്ങുന്നവരെന്താ പറഞ്ഞത്, ഇത് ഞങ്ങൾ സംസ്കരിക്കാൻ കൊണ്ടുകയാണ്, ഇത് ഞങ്ങൾ അവിടെ കുച്ചിടാൻ കൊണ്ടുവരാ. പക്ഷെ ഈ മാഫിയ ഇപ്പൊ വെറുതെ പറയല്ല, ഇത് വലിയൊരു ടീമാണ്. ഈ സമരത്തിന്റെ ആളുകൾക്ക് വലിയ ജീവന് വരെ ഭീഷണി ഉണ്ടാവും, ഉറപ്പല്ലേ? കാരണം ഇത് വലിയൊരു ടീമാണല്ലോ. ഇത് കേരളത്തിലൊട്ടാകെ വർക്ക് ചെയ്യുന്നവർക്കെതിരെ ഇനി ജനങ്ങൾ ജാഗ്രത ആവുമല്ലോ. ഇപ്പൊ ഇവിടുത്തെ ആന്തിർക്കുന്നിൽ ഈ പാവങ്ങൾ ഇങ്ങനെ സമരം ചെയ്യണ മാതിരി ആവില്ലല്ലോ, ഇനി എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ അത്ര ദയനീയ അവസ്ഥ. എങ്ങനെയാണ് ഇനി ഇതിലെ തുടർന്നായിട്ടുള്ള നിങ്ങളൊക്കെ നീക്കങ്ങൾ? അല്ല, ഇനി നമ്മൾ സമരത്തിന്റെ രൂപമൊക്കെ മാറ്റി ഇപ്പൊ 22 ദിവസം നിന്ന പോലെ ആയിരിക്കും ഇനി നിൽക്കുക. ഇനി നമ്മൾ വേണ്ട വിധത്തില് ഏത് ഉദ്യോഗസ്ഥരടുത്തേക്കോ പോകേണ്ടത് അവിടെയൊക്കെ ഞങ്ങളുടെ സമരസമിതിയുടെ നേതൃത്വത്തിൽ പോകുകയും മാറ്റുമോ സമരം? ഓ തീർച്ചയായും ആ രീതിയിൽ ഞങ്ങൾ ആലോചിച്ചു വരുന്നുണ്ട്. അങ്ങനെ വേണ്ടി വന്നാൽ അവിടേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും. എങ്ങനെയാണ് ഈ തുടർ നീക്കങ്ങളൊക്കെ? അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ സമരത്തിൽ നിന്ന് ഇത് മുഴുവൻ വാരാതെ ഞങ്ങൾ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. ഇതിലും വലിയൊരു വ്യാപ്തി എന്താ വെച്ചാൽ ഈ ആന്തിയൂർക്കുന്നിൽ നിന്നും പുളിക്കലേക്ക് ഒഴുകുന്ന തോട്, ആ തോടിൻ്റെ ഒരു ഉത്ഭവമാണിത്. നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ കാണാം റോഡ് സൈഡിലൂടെ ഈ വെള്ളം ഒലിച്ചു പോകുന്നത്. അപ്പം ഇത് നേരെ പുളിക്കലെത്തി, ഇത് എത്രത്തോളം ആൾക്കാർക്ക് ഇതിൻ്റെ എഫക്റ്റ് ഏൽക്കുമെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. ആർക്കും രോഗം വരാതിരിക്കട്ടെ, അത് പ്രാർത്ഥിക്കുക. പക്ഷേ ഇത് വരാൻ പോകുന്ന വലിയൊരു വിപത്തായിട്ട് ഇതിനെ കാണുന്നു. പഞ്ചായത്ത് പൂർണ്ണമായിട്ടും ഈ മാലിന്യം ഇവിടെ നീക്കണം തന്നെയാണ് നമ്മുടെ സമരസമിതിയുടെയും ആവശ്യം. അത് പൂർണ്ണമായിട്ട് നീക്കണ വരെ സമരത്തിന്റെ മുന്നിൽ ഉറച്ചു നിൽക്കും. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനൊക്കെ എന്താ ഇവിടുന്ന് ആരെങ്കിലും മരിക്കുക എന്തെങ്കിലുമൊക്കെ ആവേണ്ടി വരും. അപ്പോഴൊക്കെ അവർക്ക് എല്ലാവർക്കും ഉദ്യോഗസ്ഥന്മാർക്ക് ചൂട് വരുള്ളൂ. അതുവരെ കാത്തിക്കാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. 22 ദിവസമായിട്ട് പോലും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇനി ഇവിടെ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഓലെല്ലാവരും കൂടി ഇങ്ങോട്ട് വരും. അതാണ് ഓലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതാണ്. പക്ഷെ ഇത് ഇങ്ങനെ ഒന്നും ആവില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഞങ്ങളെ നീക്കുപോക്ക് ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല. തീർച്ചയായും അതാണ് ഈ നാടിന് പറയാനുള്ളത്. ഒരു നാടൊന്നാകെ ഈ ഒരു വിപത്തിനെതിരെ, ഈ ഒരു അനീതിക്കെതിരെ ഒന്നിച്ച സാഹചര്യമാണ് ഇവിടെ കാണുന്നത്. പക്ഷേ നടപടിയെടുക്കേണ്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് മാത്രം ഈ വിഷയത്തിൽ പൂർണ്ണ നടപടികൾ എടുക്കുന്നില്ല, വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുപോലത്തെ ഒഴിഞ്ഞ ക്വാറികളൊക്കെ ഈ മേഖലയിൽ ഒരുപാടുണ്ട്. അവിടെയൊക്കെ സമാനമായ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നാടൊന്നാകെ വലിയൊരു വിപത്തിലേക്ക്, വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടികൾ കാര്യമായി ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമായിരിക്കും ഈ നാട് സാക്ഷ്യം വഹിക്കുക. ഞാനിവിടെ ചോദിക്കാൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.